friends, welcome to our channel Nathoon Tips and Stitching. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ കുത്താവയുടെ ബർത്ത്ഡേ ആണ്. അത് നമ്മളിന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ബർത്ത്ഡേ ആണ്, ആൻഡ് തെരേസയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ഞങ്ങൾ ഇന്നൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഒരു ബക്കറ്റ് ചിക്കൻ ആണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ ആ ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. കമ്പി വെച്ചിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയാലോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്ക് മുറിക്കാം കേട്ടോ, എല്ലാവർക്കും കൂടിയിട്ട്. അതേ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതിൻ്റെ ചിക്കന് വേണ്ടിയിട്ട് നമ്മുടെ ബക്കറ്റ് ചിക്കന് വേണ്ടി നമ്മൾ മസാല തയ്യാറാക്കണ്ടേ. അതിന് വേണ്ടി നമ്മളിതേ ഒരു 50 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു വലിയ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 സ്പൂണ് നമ്മൾ സാദാ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് നമ്മുടെ ഈ മസാലകൾ ഈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ. കറുവാപ്പട്ടി, ഏലക്കായും പെരിഞ്ചീരകവും എല്ലാം കൂടിയിട്ടുള്ള മസാലപ്പൊടി നമുക്ക് ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ഇടാം, ആദ്യം അരയ്ക്കാം, മസാല അരയ്ക്കാൻ. ഇഞ്ചി നന്നായി പേസ്റ്റ് ആക്കാം. ഒരു 3-4 ഉള്ളി, ചുവന്നുള്ളി ഇടാം നമുക്ക്. നമ്മുടെ ചിക്കൻ അത് നന്നായി വരഞ്ഞുണ്ട്. മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു കേട്ടോ. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇവിടെ ആ മസാല മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സാക്കാം. മിക്സിയിലിട്ട് അടിച്ചത് മിക്സ് ആക്കിയതാണ്, എന്നാലും ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സാക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കന്മേ അതേ മസാലയൊക്കെ നന്നായി പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലും പുറത്തും വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നന്നായി നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നന്നായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കമ്പി എടുത്തിട്ട് ഇതിൻ്റെ കൈയും കഴുത്തൊക്കെ കൂട്ടി കെട്ടാം. 2 കാലും കഴുത്തും ആ 2 കൈയും കൂടി നമ്മൾ നന്നായി കമ്പിയിട്ട്, നമ്മളെ വേലിക്കമ്പിയില്ലേ അങ്ങനത്തെ കമ്പി ഇട്ടിട്ട് കൂട്ടി കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മുകളിലൊക്കെ നന്നായി ഒന്ന് ഓയിലൊന്ന് തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബക്കറ്റ് ചിക്കൻ തയ്യാറാക്കാൻ പോവാം. അപ്പോൾ നമ്മളിത് ഒരു കമ്പിയൊക്കെ നന്നായി കുഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു 3-4 സ്റ്റെപ്പ് ഇല വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഇലയുടെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ മസാല പുരട്ടിയ ചിക്കനെ അതിൻ്റെ മൂടുഭാഗം ഇങ്ങനെ കുത്തി ഇറക്കി ഇലയുടെ ഉള്ളിലേക്കായിട്ട് വെക്കാം. അതിൻ്റെ മുകളിൽ ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ നമ്മൾ ആ പാത്രം ചൂടായി കയറുമ്പോൾ അതിൻ്റെ നീരൊക്കെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായി എല്ലാ ഭാഗത്തേക്കും എത്തും. അതിന് വേണ്ടി നമ്മൾ ചെറുനാരങ്ങ വെച്ചോണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് നല്ല ഒരു 2-3 കട്ട വെച്ച് ആ ഉള്ളിൽ നിന്ന് എയർ പോവാണ്ടിരിക്കാൻ, ആവിയൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കട്ടയൊക്കെ വെച്ച് വെയിറ്റ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റും നന്നായി ഉണങ്ങിയ ചെറിയ ചെറിയ കമ്പുകൾ ചുറ്റും വെച്ചിട്ട്, അധികം കനമില്ലാത്ത കമ്പ് വയ്ക്കണം കേട്ടോ, കനം കുറഞ്ഞ കമ്പുകൾ വെച്ചിട്ട് നമുക്ക് ചുറ്റും വെച്ച് അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് ഓലയൊക്കെ വെച്ച് നമുക്ക് അത് തീ കത്തിക്കാം.
ഇപ്പം നമ്മുടെ തീയൊക്കെ നന്നായി കത്തിയുണ്ട്, നന്നായി കത്തിപ്പിടിഞ്ഞിട്ടുണ്ട്, 4 വശം കത്തുണ്ട്. ഇനി ഈ വിറക് കത്തി കഴിയണ വരെ ഒരു 20 മിനിറ്റ് നമുക്ക് റെസ്റ്റാണ്. അപ്പോൾ ആ 20 മിനിറ്റ് ഇത് കത്തി റെഡി ആകുമ്പോഴേക്കും ഇത് വേകുമ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് നമ്മുടെ കുത്താവേര കേക്ക് മുറിക്കാം. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അപ്പോൾ നമ്മുടെ തീയൊക്കെ നന്നായി കത്തി കഴിഞ്ഞു, കെട്ട് കഴിഞ്ഞു. ഇനി കനലുമ്മ കുറച്ച് നേരം കിടന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇത് നന്നായി മൊരിഞ്ഞുണ്ട്, മസാലയൊക്കെ നന്നായി പിടിച്ച് മൊരിഞ്ഞുണ്ട്. ഇനി നമുക്കിത് സൂക്ഷിച്ച് വേണം, തീയും കമ്പിയൊക്കെ ഇങ്ങനെ അപ്പോൾ സൂക്ഷിച്ച് നമുക്ക് ഇതിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം. നാരങ്ങ മൊരിഞ്ഞൂടി, അതിൻ്റെ നീരൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്നുണ്ടാവും. ഇപ്പം നമ്മളെ ചിക്കനൊക്കെ വെന്ത് ഇതൊക്കെ ഉണ്ട്. പൊളിക്കുമ്പോൾ നന്നായി ആവിയൊക്കെ പറക്കുന്നുണ്ട്, നന്നായി വെന്തുണ്ട്. പിള്ളേരെ ആരും തിക്കും തിരക്കും കൂട്ടണ്ട, എല്ലാവർക്കും ഞങ്ങൾ മുറിച്ച് പങ്കുവെച്ച് തരുന്നുണ്ട് കേട്ടോ. വെന്തണ്ടാ അടിപൊളി. ബത്തറക്കുട്ടി ഇങ്ങോട്ട് നോക്കിയ ബത്തറക്കുട്ടി, തക്കുക്കുട്ടി.
ഇഷ്ടപ്പെട്ട കേക്ക് എങ്ങനെയുണ്ടാവും കാണാൻ? ബക്കറ്റ് ചിക്കൻ ഇഷ്ടപ്പെട്ടല്ലോ. നമുക്ക് ഇനി അടുത്ത ബർത്ത്ഡേക്ക് വേറെ ചിക്കൻ ഉണ്ടാക്കാം കേട്ടാ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടില്ലേ? ഞങ്ങള് ഉണ്ടാക്കിയ ബക്കറ്റ് ചിക്കനും പാവയുടെ ഡോൾ വെച്ചിട്ടുള്ള കേക്കൊക്കെ എല്ലാവരും കണ്ടില്ലേ? ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.